ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രമേഹം എന്ന് പറയുന്ന സിനിമയുടെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രമേഹം എന്ന് പറയുന്ന സിനിമ. ആദ്യം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, പരീക്ഷണ ചിത്രമായിട്ടുകൂടി ഇപ്പോഴും ബോക്സ് ഓഫീസിൽ മികച്ച വിജയത്തുടർച്ച നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 15-ാം ദിവസം ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 50 ലക്ഷത്തിനടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 53 കോടിക്ക് 54 കോടിക്ക് ഇടയിലുള്ള ഒരു സംഖ്യ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് ലഭിച്ച പോലെ തന്നെ ഒരു സ്വീകാര്യ തെലുങ്ക് പതിപ്പിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട വിജയം നേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇനി ഈ ഒരു സിനിമയ്ക്ക് 60 കോടി മറികടന്ന് മുൻപോട്ട് ജൈത്രയാത്ര തുടരാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെയാണ്. എന്തൊക്കെയാണ് ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്നത്. ആ ഒരു രീതിയിൽ മമ്മൂക്കയ്ക്കും അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് പ്രമേഹം എന്ന് പറയുന്ന സിനിമയുടെ പേര്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക, ഈ സിനിമ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയൊരു വിജയമായിട്ട് മാറുമെന്നൊക്കെ. അപ്പം പ്രമേഹം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക. അതോടൊപ്പം തന്നെ പ്രമേഹം എന്ന് പറഞ്ഞ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.